സ്വാതന്ത്ര്യത്തിന് നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് 1947 ആഗസ്റ്റ് 15. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആര്? കാൾ മാർക്സ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ അരക്കാലുകളുടെ എണ്ണം എത്ര? 24. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട്? 13. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബി.ആർ. അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസിഫ് അലി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം? 65 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം? സിംഹമുദ്ര. ഇന്ത്യയുടെ വാദ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? അബ്ദുൽ കലാം ആസാദ്. 3 വട്ടമേശാ സമ്മേളനത്തിനും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആര്? ബി.ആർ. അംബേദ്കർ. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ? ശകവർഷ കലണ്ടർ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? സിംഗപ്പൂർ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആര്? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആര്? വള്ളത്തോൾ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? 3:2. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ട. ഇന്ത്യയിൽ
കടൽ മാർഗം എത്തിയ വിദേശികൾ ആര്? പോർച്ചുഗീസുകാർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷം? 1930. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോൺ ലോറൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര്? ബാരിസ്റ്റർ ജി പിള്ള. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? മഹാത്മാഗാന്ധി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? സർദാർ വല്ലഭായ് പട്ടേൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919 ഏപ്രിൽ 13. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണ യൂണിറ്റ്? ഹുബ്ലി, കർണാടക. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1911 കൊൽക്കത്ത സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം? 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം? സിംഹമുദ്ര. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയുടെ തലസ്ഥാനം? ന്യൂഡൽഹി. ആരെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിളിച്ചത്? ലോകമാന്യ തിലക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ്? അമൃത്സർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.